ഹലോ മുതലാളി, ഞാൻ രാഖിയാ സംസാരിക്കുന്നത്. പറയടാ. എക്സ്ക്യൂസ് മീ, ഇവിടെ ഫോൺ ചെയ്യാൻ പാടില്ല. ഇത് ഞാൻ അങ്ങോട്ട് വിളിച്ചതല്ല, ഇങ്ങോട്ട് വന്നോളാ. വന്ന ഫോണാണെങ്കിലും സംസാരിക്കാൻ പാടില്ല. ഞാൻ സംസാരിക്കാൻ പാടില്ല. അതെ. ശരി, നീ പറയടാ. ഹലോ. ഒരു അർജന്റ് മാറ്റർ മുതലാളി. നമുക്ക് വസ്തു വിറ്റ വേലായുധം ഇപ്പൊ ഒഴിയാൻ പറ്റൂലെന്ന് പറഞ്ഞു കോർട്ട് ഓർഡറും പിടിച്ചോണ്ട് അകത്ത് നിൽക്കാം മുതലാളി. ഏയ്, ഞാനിപ്പോ സ്കൂളിലാടാ. നിങ്ങളെന്താ മുതലാളി ഈ വയസ്സിൽ സ്കൂളിൽ പോയി ചേർന്ന? എന്റെ മോന്റെ സ്കൂളിലാണ്. മോന്റെ? അയ്യോ, ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയില്ലല്ലോ. എന്താ പിന്നെ അവന്മാരെ കൂട്ടിങ് വാ, ഞാൻ രണ്ടെണ്ണം കൊടുക്കാം. എന്താ മുതലാളി, അടിതര മാടാ എന്ന് വിളിച്ച ആരെങ്കിലും കൂടെ വരൂ? അതെ, ഏതെങ്കിലും ആള് നേരിട്ട് അറവശാലയിൽ ചെന്ന് എന്നെ അർത്ഥമോന്ന് പറയോ? അപ്പൊ ഒരു കാര്യം ചെയ്യ്, അവന്മാരെ കോർട്ട് ഓർഡർ എന്നല്ലേ പറഞ്ഞേ, അത് എടുത്തോണ്ട് നീ കൂടി വാ. നിന്റെ പിന്നാലെ അവന്മാര് വരും, അപ്പൊ ഞാൻ നോക്കിക്കോളാം. സൂപ്പർ. എന്ത് വേണം സാറേ, ആ കോർട്ട് റോഡ് ഒന്ന് കാണിക്കാൻ പറ, എനിക്കൊന്ന് നോക്കണം. കാണിക്കടോ. കാണിച്ചാണ് സാർ, നേരത്തെ കണ്ടതാ. സാർ കണ്ടു, അപ്പോൾ കണ്ണട വെച്ചില്ലായിരുന്നു, അതുകൊണ്ട് വായിക്കാൻ പറ്റിയില്ല. അപ്പൊ ഇപ്പോഴാ? ഇപ്പോൾ ഷഡ് ഇട്ടിട്ടില്ല. എന്തോ? കണ്ണട വെച്ചിട്ടില്ല, അതുകൊണ്ടാണ് വീണ്ടും വായിക്കാൻ ചോദിച്ചത്. പറഞ്ഞു ശരിയല്ലേ? ആ, കാണിക്കടോ. താങ്കോട്ട്. എന്താ മാസ്റ്റർ എപ്പോ നോക്കാനും ഹാ ഹൂ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നേ? ഇതിപ്പോ അടി ഉണ്ടാക്കാൻ പഠിപ്പിക്കണോ അതോ ഒച്ച ഉണ്ടാക്കാൻ പഠിപ്പിക്കണോ? ഉറക്കത്തിലും കൂടെ ഹാ ഹൂന്ന്. ഇനി ഇവരെ പഠിപ്പിക്കേണ്ട ആഹൂല്ല, നല്ല ഇടിയും തൊഴിയും. എന്നാ നിങ്ങൾ തന്നെ പഠിപ്പിക്കേ. ഞാനോ? മുതലാളി, നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ അവരെ വിളിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ജോലി തുടങ്ങിക്കോ. ആ കൊച്ചു മുതലാളി, നമസ്കാരം. ചേട്ടന് ഞാൻ നമുക്ക് ക്ലാസ് ആരംഭിക്കാം ബോയ്സ് ആൻഡ് ഗേൾസ്. ഇതുപോലെ ആരെങ്കിലും അടിക്കാൻ വന്നാ ആദ്യത്തെ അടി നമ്മുടേതായിരിക്കണം. ആദ്യത്തെ അടി അടിച്ച് കസറ നമുക്ക്. ഇതെങ്ങനെ സാധിക്കും? അങ്ങനെയാണല്ലേ? ബ്യൂട്ടിഫുൾ. വാവ്. കൊടുക്ക്. ആരാടാ ഈ ഹീറോ? ഹീറോയാ? അതെന്റെ അച്ഛനാ. റിയലി? ഓസം. എന്താടാ? അടിക്കല്ലേ അച്ഛാ? എങ്ങനെയുണ്ട്? കൈ തന്നെ. മടക്കി ഇങ്ങനെ ഇങ്ങനെ ഒരു ഇങ്ങനെ പൊക്കിയെടുത്ത് അങ്ങനെ. ഓക്കേ സ്കൂൾ
സ്കൂളിലേക്ക് വരുത്തി എന്തിനടിക്കണേ? ഏയ് അടിക്കാണ്ട് ഇടിക്കാണ്ട് ഇത് എങ്ങനെയാടാ പഠിക്കാൻ പറ്റുക? നോക്കി കരാട്ട ക്ലാസ്സിൽ യോഗ ചെയ്തുകൊണ്ടിരിക്കുക. താ മോളെ. What is happening here? All students go to your classes. ആകാശ്, നീ പ്രാക്ടീസ് കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് നിന്റെ അച്ഛനെ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ? ആകാശ്, നിന്റെ അച്ഛനോടൊന്ന് പുറത്തേക്ക് പോകാൻ പറ. പുള്ളിയെ കണ്ടിട്ട് എനിക്ക് തന്നെ പേടിയാവുന്നു. വാച്ചാ, വീട്ടിൽ പോവാം. വീട്ടിലേക്കോ? കരാട്ടെ ക്ലാസ്സിലേക്ക് പോടാ. കരാട്ട മാസ്റ്റർ അടുത്ത് ഓടിക്കണോ അച്ഛൻ്റെ അടുത്ത് ഓടിക്കണോ? ആരെടുത്ത് പഠിച്ചാലും കൊള്ളാം. നീ എന്റെ മോനാ. കരാട്ടെ തൊട്ട് കത്തിക്കുത്ത് വരെ നീ പഠിക്കണം. അങ്ങനെയാണെങ്കിൽ എന്റെ ക്ലാസ്സിനകത്തേക്ക് വരണ്ട, പുറത്ത് വെയിറ്റ് ചെയ്താൽ മതി. എനിക്ക് ബോറടിക്കും. അവിടെ ഫോണിൽ സംസാരിക്കാനൊന്നും പറ്റില്ല. ഫോൺ വന്നാലും കുഴപ്പം, വിളിച്ചാലും കുഴപ്പം. അങ്ങനെയാണെങ്കിൽ ഇന്നാ ഈ ഗെയിം കളിച്ചോണ്ടിരുന്നോ. പിടിക്ക്. ഇതെന്താ ഒരുമാതിരി വളയം തളയൊക്കെ? ഇതിലുള്ള 3 ബോൾസും നടുക്കുള്ള വട്ടത്തിലിടണം. ഇട്ടാ ഞാൻ മിൻ ചെയ്യൂ? അച്ഛനിടൂല, അതിനു മുമ്പ് ഞാൻ വരും. അച്ഛൻ അതിനുള്ള ക്ഷമയൊന്നുമില്ല. ആ? Shivani, your mom is calling. ഹലോ. ഹായ് ശിവാനി, ട്രെയിനിങ് കഴിഞ്ഞോ? ഇല്ല മമ്മി, വരാം. ശരി, ഞാൻ വെയിറ്റിംഗ് ഏരിയയിലുണ്ടാവും. കഴിഞ്ഞിട്ട് അങ്ങോട്ട് വാ. ശരി മമ്മി. ഓക്കെ. അവിടെ നിൽക്കാം. നിൽക്കാൻ പറഞ്ഞ നിൽക്കണ്ടേ? സോറി. എക്സ്ക്യൂസ് മീ. ഏയ്, സ്കൂളിലുള്ളത് പിന്നെ വിളിക്കാം. ബൈ. ഗെയിമാണത്രേ, ഗെയിം. ഈ ബോൾ ഉള്ളിൽ കിടന്നാലത് പുറത്ത് കിടന്നാലതാ. അർജുൻ, ഒരു കോള് മാത്രം പ്ലീസ്. ഇന്ന് ഞാൻ നിന്നെ പിഴിഞ്ഞെടുക്കൂടാ. ഈ കോളി ഞാൻ കത്തി വെച്ച് അറ്റൻഡ് ചെയ്യും. അർണോൾഡ്, നീ എവിടെയാണ് ഉള്ളത്? ജ്യൂസ് അടിച്ചോണ്ടിരിക്കുക. ജ്യൂസോ? മുതലാളി, അവന്റെ കിഡ്നി കിഡ്നാപ്പ് ചെയ്യണോ അല്ലെങ്കിൽ ലിവർ ലിക്വിഡ് ആക്കണോ? ചത്തുപോടാ. ഐ മീൻ കൈയും കാലും മാത്രമല്ലേ ഒടിച്ചുള്ളൂ. അപ്പൊ എങ്ങനെയാടാ ഒപ്പിടുന്നേ? കഴുകുന്ന കൈയിലെ മുതലാളി ഇല്ലാതാക്കിയേക്കുന്നേ. ഒപ്പിടാൻ വലത് ചെയ്യണ്ടല്ലോ. ഓ അങ്ങനെ. നീയൊക്കെ എവിടുത്തെ വക്കീലടാ? സ്റ്റേ ഓർഡറിന് മുമ്പുള്ള ഫോർമാലിറ്റീസ് ഒക്കെ നിനക്ക് അറിഞ്ഞൂടെ? വക്കീൽ എന്ന് പറഞ്ഞാൽ നിയമം അറിയണം, അല്ലെങ്കിൽ ജഡ്ജിനെ അറിയണം. നിനക്ക് ഇത് രണ്ടും അറിയില്ല. പിന്നെ എങ്ങനെയാണ് സംഭവിച്ചേ? നീ വേസ്റ്റ്. നീ കേസ് ഫയൽ എടുത്ത് വീട്ടിൽ കൊണ്ടുപോവാ. ഹലോ. ഒരു കോൾ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 3ാമത്തെ കോളാ വിളിക്കുന്നത്. കോള് 3, പക്ഷെ മാറ്റർ 1. എന്ത് മാറ്റർ ആണെങ്കിലും മതി വിളിച്ചത്. വെക്കേഷൻ അല്ലേ? ഒരു തെണ്ടി സ്റ്റേ ഓർഡർ മേടിച്ചതിന് അർണോൾഡ് അവനെ അടിച്ചു. ഇപ്പൊ ഹോസ്പിറ്റലിൽ ഉള്ളത്. സീരിയസ് മാറ്ററാ. ഹലോ. ഐ ഡോണ്ട് കെയർ അബൌട്ട് ഓൾ ദിസ്. ഫോൺ തന്നെ. അർണോൾഡ്. ഹേയ്, അർണോൾഡ് ലൈനിലുണ്ട്. ഒരു മിനിറ്റ്. ഹലോ അർണോൾഡ്, ആ അഡ്വക്കേറ്റിനോട് കേസ് ഫയലൊക്കെ വീട്ടിലേക്ക് നിൽക്കും. മര്യാദയ്ക്ക് ഫോൺ ഇങ്ങോട്ട് തന്നെ. കുറച്ചെങ്കിലും മാനേഴ്സ് വേണ്ടേ? ഫോൺ തരുന്നുണ്ടോ ഇല്ലയോ? എന്താ ഇയാളുടെ പ്രശ്നം? ഈ ഫോൺ വേണം. അതെ. എടുത്തോ. എന്തിനാ പൊട്ടിച്ചത്? എത്ര എക്സ്പെൻസീവ് ആണെന്നറിയോ? എത്ര എക്സ്പെൻസ് ആയാലും എന്താ? നിനക്ക് മാനേഴ്സ് അല്ലേ വേണ്ടത്? ദേ കിടക്കണ വാരി എടുത്തോ. എന്ത് പറ്റി മമ്മി? ഒരു റാസ്കൽ എന്റെ ഫോൺ പൊട്ടിച്ചിട്ട് പോയി. അവനെ വെറുതെ വിട്ടോ? അവനിട്ടൊരെണ്ണം കൊടുക്കായിരുന്നില്ലേ? അവനെ ഞാൻ... ഏയ് ശിവാനി,
ഇത് അയാളുടെ ഫോണായിരിക്കും. അയ്യോ എന്താ മമ്മി? സ്കൂളിൽ വെച്ച് ഫോൺ ചെയ്ത അപ്പ തുടങ്ങുക ടീച്ചറിന്റെ ശല്യം. ദേ അയാള് തന്നെ. അയാളോ? എന്റെ ഫ്രണ്ട് ആകാശിന്റെ അച്ഛനാ. വലിയ ഹീറോയാ അമ്മേ. ആഹാ. ഹലോ. എടാ ആകാശ്, എന്താടാ പോയേ? അച്ഛനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞതല്ലേ? നീ അച്ഛനെയും കൂട്ടിക്കൊണ്ട് ഫുഡ് കോർട്ടിലേക്ക് വാ. ഞാനും അമ്മയും അങ്ങോട്ട് വരാം. അച്ഛനോ? എന്തിന്? ആരത്? ജസ്റ്റ് എ മിനിറ്റ്. അച്ഛാ, ഒരാൾ ഫോണിൽ സംസാരിക്കുമ്പോൾ ആരാ, എന്താ, എന്തിനാ അങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ല. അതൊന്നും മാനേഴ്സ് അല്ല. ശിവാനി, എൻ്റെ അച്ഛന് മൂഡ് ശരിയല്ല. ഞാൻ പിന്നെ വിളിക്കാം. ബൈ. ആ വലിയ ഹീറോയെ മൂഡ് ഓഫ് ആക്കി കളഞ്ഞല്ലോ മമ്മി. സോറി. എന്റെ അടുത്ത് സോറി പറയണ്ട. ആദ്യം ഒരു പുതിയ ഫോം വാങ്ങിക്കൊടുത്തിട്ട് അവരോട് പോയി സോറി പറ. ഓക്കെ. അച്ഛാ, ഇഫ് യു ഡോണ്ട് മൈൻഡ് ആ സോങ് ഒന്ന് ഓഫ് ചെയ്യോ? അച്ഛാ, ദേഷ്യാണോ? ഇല്ല. ദേഷ്യ ആയാലും സാരമില്ല. ഇപ്പൊ ഞാനിത് പറഞ്ഞില്ലെങ്കിൽ അച്ഛൻ വേറെ സ്ഥലത്ത് പോയി പിന്നെ ഇത് തന്നെ ചെയ്യും. അപ്പൊ ഒരച്ഛനെ പറ്റി എന്ത് വിചാരിക്കും? എന്തു വിചാരിക്കും? മാനേഴ്സ് ഇല്ലാത്ത ആളെന്ന് വിചാരിക്കും. മാനേഴ്സോ? അതെ, ഞാൻ ഈ സോങ് ഓഫ് ചെയ്യണമെന്ന് വിചാരിച്ചപ്പോ പോലും ആദ്യം അച്ഛനോടല്ലേ പെർമിഷൻ ചോദിച്ചേ. ആ, അതാണ് മാനേഴ്സ്. ഫോണിന് മാത്രമേ മാനേഴ്സ് ഉള്ളൂ എന്ന് വിചാരിച്ചേ. ഇതിപ്പോ റേഡിയോനും മാനേഴ്സ് ഉണ്ടോ? എവിടെ നോക്കിയാലും മാനേഴ്സ്. ഇപ്പൊ ഈ പാട്ട് വെക്കുന്നോണ്ട് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്റെ വീണ കമ്പിയെല്ലാം വിലക്കെടുത്തു അവർ എന്റെ കയ്യിൽ പൂത്തുവാനൊരു വിലങ്ങു തീർത്തു. റേഡിയോക്കാർക്ക് എപ്പോ ഏത് പാട്ട് വെക്കണമെന്ന് പോലും അറിഞ്ഞൂടാ. ആദ്യം ഇവർക്ക് മാനേഴ്സ് പറഞ്ഞു കൊടുക്കും. ഹലോ മുതലാളി, വേലാതെ ഒപ്പിട്ടിട്ടുണ്ട്. ആ കൈ ഓടിച്ചേക്കട്ടെ. ഒപ്പിട്ടല്ലടാ, അനി വിട്ടേക്ക്. അല്ല മുതലാളി, അവൻ നമുക്ക് ഒപ്പിട്ട് തന്നല്ല മറ്റേ പാർട്ടിക്ക് ഒപ്പിട്ട് കൊടുത്താലോ? അതുകൊണ്ടാ ഒപ്പിട്ട കൈ കൈയോടെ അങ്ങോട്ട് എടുത്തോണ്ട് വരാന്ന് ഞാൻ പറഞ്ഞേ. അല്ല, വരുമ്പോ കൈയും വീശു വരണ്ടല്ലോ, അതുകൊണ്ടാ. ഓക്കെ ഓക്കെ, അപ്പൊ ഓടിച്ചോ. ഏയ്, ഞാൻ ബിസിയാ, ഞാൻ പിന്നെ വിളിക്കാം. എന്താ വലിയ തിരക്ക്? ഏതോ ഒരുത്തന് ഒപ്പിട്ടില്ലെന്ന് പറഞ്ഞ് അവൻ്റെ കൈ ഓടിക്കാൻ നോക്കും. ഇവിടെ കൈ ഒടിക്കുന്നവരെ ഞാൻ ഒപ്പിട്ടുകൊണ്ടിരിക്കുക. നിന്നോട് 1000 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ കമ്പനി നിന്റെ പേരിലേക്ക് മാറ്റിയിട്ട് ഈ ചെക്കിൽ നിനക്ക് ഒപ്പിട്ടാ എന്താടാ? 10 ചെക്കിൽ ഒപ്പിട്ടത് 10 രീതിയിലാന്ന് പറഞ്ഞ് ബാങ്കിൽ നിന്ന് എല്ലാം റിട്ടേൺ ചെയ്തോണ്ടിരിക്കുക. ഇതൊന്നും നമുക്ക് ശരിയാവില്ല. ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞല്ലേ. ആരുടെ ഫോണില്? ഇവിടെ ഒരു മിനിറ്റ്. അച്ഛാ, ഒരാൾ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ആരാ എന്താന്നൊക്കെ ചോദിക്കരുത്. ഒരുവരെ മാനേഴ്സ് ഇല്ലാതെ. ലണ്ടനിലൊക്കെ പഠിച്ചിട്ട് എന്താ പ്രയോജനം? ഇതുപോലുള്ള അപ്പന്മാരെ കണ്ടല്ലേ മക്കൾ പഠിക്കുന്നത്. ഇത് എന്റെ അടുത്തൊരു മഹാൻ പറഞ്ഞതാ. ആടാ, പറയടാ. മഹാനോ? മഹാനല്ല മുത്തശ്ശ, മകനായി ഞാനാ പറഞ്ഞേ. അത് ശരി, ഞാൻ കുറച്ച് സന്തോഷിച്ചു. എൻ്റെ മകന് ബോധോദയം ഉണ്ടായിന്ന്.